ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും തക്കാളിയും അരച്ച് വെച്ചിട്ട് കറിയാണ്. തൃശ്ശൂർക്കാര സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ പരിപ്പും തക്കാളിയും വെക്കാനായിട്ട് ഇതേ പരിപ്പ് എടുത്തിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഇപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് 4 തക്കാളി എടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവനുസരിച്ച് 3 അല്ലെങ്കിൽ 2 ആയിട്ട് എടുക്കാട്ടെ, വലിയ തക്കാളി ആണെങ്കിൽ. ഇപ്പോൾ ഞാൻ 4 ചെറിയ തക്കാളിയാണ് എടുത്ത് മുറിച്ചതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ അതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് മുളക് പൊടിയാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് നാളികേരം ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്, 4 ചുവന്നുള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മണം കൂടി ഉണ്ടാകും കറിക്ക്. ചിലർ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ജീരകം ചേർക്കും, അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ. ഞാൻ ഇതിൽ തക്കാളിയും പരിപ്പും വയ്ക്കുമ്പോൾ ജീരകം ചേർക്കാറില്ല. പിന്നെ കറിക്ക് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളിയും പരിപ്പും വെക്കാനായിട്ട് ഇത്രയൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമുള്ളത്. ഇപ്പം പരിപ്പ്, തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയൊരു കൂട്ടാൻ വെക്കാനൊക്കെ നമുക്കത് എളുപ്പമാണ് കേട്ടോ. ഇതേ കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉണങ്ങി അതേ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും പരിപ്പൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ അതേ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിയാണ് ചേർത്ത് കൊടുക്കണം. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുപ്പാണ് ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ നോക്കി, അപ്പോൾ ഇതിൽ നമ്മൾ പുളി പിഴിയുന്നില്ല, തക്കാളിയുടെ ഒരു പുളി ഉണ്ടാകും. ഇനി അഥവാ കുറവാണെങ്കിൽ മാത്രം നമുക്ക് മാങ്ങ വേണമെങ്കിൽ മാങ്ങിടാം, അതല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കാട്ടാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചതായിട്ട് ഇത്ര വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു 2 വിസിൽ വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുക്കറൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റൗവൊക്കെ കത്തിച്ചു കൊടുത്തു. ഇനി 2 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. പരിപ്പം വേകുമ്പോഴേക്ക് നമുക്ക് നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. 2 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞു. നമുക്ക് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി നോക്കാം കേട്ടോ. പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുക്കറൊക്കെ തുറന്നപ്പോൾ തക്കാളിക്ക് നല്ലപോലെ വെന്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിൽ പുളി ഉണ്ടോ നോക്കാം കേട്ടോ. നമുക്ക് പുളി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുളി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, തക്കാളിക്ക് പുളി ഉള്ളത് കൊണ്ട്. ഒന്ന് നോക്കാം. ഇതെന്താ പുളിയുടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പുളി എടുത്തത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പുളിയും ഈ ഉപ്പൊക്കെ ആകുമ്പോൾ നല്ലപോലെ ഒന്നും കൂടിയും കറിക്കൊരു മിക്സ് ആയിട്ട് വരുമ്പോൾ കറക്റ്റ് പുളിയും ഉപ്പാവും കൂട്ടാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ സ്റ്റവൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടാവുന്നു. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ അരച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കറികളായിട്ട് നമ്മുടെ നാളികേരം ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവൊക്കെ ഒന്ന് ഓഫ് ആക്കാം കേട്ടോ. ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇപ്പോൾ പതിയല്ല വരണ്ട, നമ്മൾ നന്നായി തിളപ്പിച്ച് തക്കാളിയും പിന്നെ പരിപ്പെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം പോലെ നമുക്കിന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇനി നമുക്കിത് കാച്ചി വയ്ക്കാനായിട്ട് ഇതൊരു പാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റവ് അവിടുത്തെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് നന്നായി ചൂടായി വരട്ടെ. ഇതിലേക്ക് പൊട്ടിക്കുക. അപ്പോൾ 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ തന്നെ ഉലുവയും പിന്നെ ഒരു 4 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയ്ക്കിൻ്റെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. ഒക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം ഇത് തൃശ്ശൂർക്കാരാണ് വെക്കുക. തൃശ്ശൂർക്കാരെ പരിപ്പും തക്കാളിയും ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിൽ കുശാല എന്ന് പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൺന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും തക്കാളിയും പരിപ്പും വെച്ചിട്ട് അഭിപ്രായം പറയുക. വെച്ച് നോക്കുക. തൃശ്ശൂർക്കാരെ കറികളാണ് വെച്ചിട്ടാ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.